ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അനുശ്രീ. നമ്മൾ കഴിഞ്ഞ ആഴ്ച 8, 9, 10 കൊച്ചിയിൽ വെച്ചിട്ട് ഒരു എക്സിബിഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചി ഓൺ ഫ്ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷനിൽ പ്രാപ്തി ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൊച്ചിക്കാരെല്ലാം വന്നിട്ട് ഒരുപാട് സ്നേഹം തന്ന ഒരു ഒക്കേഷനായിരുന്നു അത്. അപ്പം എനിക്ക് യൂട്യൂബിൽ ഈ വീഡിയോ മെയിനായിട്ട് ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കിയിരുന്ന സമയത്ത് എന്നെ ഫോളോ ചെയ്തിരുന്ന കുറച്ച് പേര് അവരെൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ എക്സിബിഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തീരെ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, യൂട്യൂബ് ത്രൂ കുറച്ച് ആൾക്കാർ നമ്മളെ വന്ന് മീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവർ എന്നെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 1-2 years ആയിട്ട് ഞാൻ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കലും ഒരുപാട് സമയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ DIYസും ക്രാഫ്റ്റ് വീഡിയോയും ഗാർഡൻ മേക്ക് ഓവറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ലൈഫ് ബാക്ക് ടു നോർമൽ ആയിരുന്ന സമയത്ത് പിന്നെ വീണ്ടും വർക്ക് ലൈഫും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബിസിയായി. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം എനിക്ക് കിട്ടാത്തതിനാൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ലൈവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പലതരത്തിലും കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എനിക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രാപ്തിയായിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. നമ്മൾ പ്യോർലി ഒരു ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പോർട്രേറ്റ് പെയിൻറ്റിങ്സും സാരി പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാറ്റഗറീസിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജ്വല്ലറി മാത്രമാണ്. പിന്നെ പെയിൻറ്റിങ് ഓർഡേഴ്സ് നമുക്ക് അത്ര അധികം സമയമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എടുക്കാറുള്ളൂ. കാരണം എല്ലാം കൂടിയും പോസിബിൾ അല്ല. ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റാഫുണ്ട്. നമ്മളൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് പ്രാപ്തിയുടെ ജേർണി തന്നെ. ഇതൊന്നും ഇടാത്തത്, ഷെയർ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ട് വേറെ തന്നെ ഒരു കണ്ടൻറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ കണ്ടൻറ്റിന് ഒരു എൻറ്റയർലി ചേഞ്ച് വരും എന്ന് തോന്നിയത് കാരണം മടിച്ച് ഇടാണ്ടിരുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടമാവും എന്നെനിക്ക് തോന്നിയത് കാരണമാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസാണ്. എല്ലാം ഫാബ്രിക് ജ്വല്ലറിയാണ്. നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ ഒരു സിൽവർ കൈൻഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കൈൻഡ് അങ്ങനെയല്ല. അതിലെല്ലാത്തിനും ഒരു യൂണീക്ക് ടച്ച് ഉണ്ട്, ഹ്യൂമൻ ടച്ച് ഉണ്ട്. സോ ഞാൻ കുറച്ച് എൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് കണ്ടിന്യൂസ്ലി ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്കത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വീഡിയോസ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. കാരണം ഏത് നിങ്ങൾക്ക് സൂട്ട് ആവും, എന്തൊക്കെ സൈസസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ജ്വല്ലറി ഉണ്ട്, നമുക്ക് ഏതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ എനിക്ക് തരാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബാംഗിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും പൊതുവെ ബാംഗിൾസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കാറ്റഗറി ചൂസ് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം നമ്മുടെ ഈ ബാംഗിൾസ് വന്നത് കണ്ടോ, ഇങ്ങനെ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും പ്രാപ്തിയുടെ ഒരു ബാംഗിളാണ്. അതേപോലെ തന്നെ മാലയും അതെ, എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ മിറർ വെച്ചിട്ട് അടിയിൽ വന്നിട്ട് ബീഡ്സ് വരുന്ന ഒരു മാലയാണ്. പ്ലസ് കമ്മലും നമ്മുടെ ഓൺ ക്രിയേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് ആണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ്, ഭയങ്കര കംഫർട്ടബിൾ, ഈസി ടു വെയർ ആൻഡ് ഹാൻഡിൽ എന്നുള്ള രീതിയിലുള്ള ജ്വല്ലറീസാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാംഗിൾസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വളരെ കുറച്ച് കളക്ഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അധികം ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ വളകൾ. ഇത് 3 സൈസസിലായിട്ട് അവൈലബിൾ ആണ്. 2.4, 2.6 ആൻഡ് 2.8 ആണ് വരെ. 2.8 ആണ് ഏറ്റവും വലിയ സൈസ്. 2.6 ഒരു മീഡിയം സൈസ് ആയിരിക്കും. നിങ്ങളുടെ ബാംഗിൾ ഡയമീറ്റർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ഏകദേശം മനസ്സിലാവാൻ പറ്റും. പിന്നെ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് വളകൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ആൻഡ് സൈസ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയമീറ്റർ നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു മെഷർമെൻ്റ് ആയിരിക്കും ഏകദേശം വളയുടെ സൈസ്. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഗിഫ്റ്റ് ചെയ്യാനും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 250 ആണ് ഫോർ എ പെയർ. ആൻഡ് 350 വരുന്നത് ത്രെഡ് വർക്ക് ബാംഗിൾസിന് 350 തൊട്ടിട്ടാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
നിങ്ങൾക്ക് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.